ഇത് കണ്ടാകർണ സ്വാമിയുടെ ഇഷ്ട വഴിപാടായ തടി വഴിപാടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ് ഞാനിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു തടി ചുട്ടെടുക്കാനുള്ള മണ്ണാണ് ഇത്. അപ്പോൾ ഈ ഒരു മണ്ണ് നമ്മൾ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അതിനുള്ള ഇലയൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് കത്തിച്ചാണ് നമ്മൾ ഈ മണ്ണ് നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു തടി ചുടാൻ ആവശ്യമായിട്ടുള്ളത് നമുക്ക് പച്ചരിയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത് നമ്മൾ കദളിപ്പഴവും അതുപോലെ തന്നെ പാളയംകുടം പഴവും ഞങ്ങൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ 100 നന്നായിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. പച്ചരിയൊക്കെ നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകിയെടുത്ത് ഒരു കൊട്ടക്കകത്ത് വാരിയെടുത്തു. അപ്പോൾ അതിന് ശേഷം നമ്മൾ ശർക്കര പാനിയാക്കണം. അപ്പോൾ ഈ ഒരു ശർക്കര പാനിയാക്കിയതിന് ശേഷം നന്നായിട്ട് തണുത്തിട്ട് വേണം അതിലേക്ക് നമ്മൾ ഈ ഒരു പൊടി നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, പക്ഷെ എനിക്കൊരു ആഗ്രഹം ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടണമെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. പിന്നെ കശുവണ്ടിയും കിസ്മിസും ഒക്കെ നമ്മൾ ഇന്നത്തേക്ക് ചേർക്കണം. അപ്പോൾ കിസ്മിസ് നന്നായിട്ട് കഴുകിയെടുത്ത് നമ്മൾ നെയ്ക്കകത്താണ് ഇതെല്ലാം വറുക്കുന്നത്. അപ്പോൾ നെയ്യ് ഉപയോഗിച്ച് നമ്മളൊരു ചട്ടിയിൽ ഒരു കട്ടിയുള്ള ഒരു ചട്ടിയാണ്, ചീനച്ചട്ടി ആണെങ്കിലും കുഴപ്പമില്ല. കിസ്മിസും എല്ലാം വറുത്ത് നമ്മളപ്പോൾ പൊടിയിലേക്ക് അപ്പോൾ നമ്മുടെ പാനി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളതെല്ലാം ചേർത്ത് കൊടുത്തു. പിന്നെ കൽക്കണ്ടവും കൂടി ഞങ്ങൾ പൊടിച്ച് ചേർത്തു. അതിനുശേഷം ഏലക്കായും ജീരകവും കൂടി പൊടിച്ച്, പിന്നെ ഞങ്ങൾ ഉണക്കത്തേങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഉണക്കത്തേങ്ങയും കൂടി ചെറുതായിട്ട് കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ അകത്തേക്ക് എണ്ണയിലിട്ട് വറുത്ത് ചേർത്ത്, പിന്നെ തേങ്ങ ചിരണ്ടിയതും ഉണ്ടായിരുന്നു. ഇതൊക്കെ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഈ ഒരു തടി ചുട്ടിനെ കുറിച്ച് ആദ്യമൊന്നും വലിയ പരിചയമൊന്നും ഇല്ലായിരുന്നു. അമ്മയാണ് ഇതൊക്കെ പഠിപ്പിച്ചു തന്നത്. ഈ ഒരു പൊടിയിലേക്ക് നമ്മൾ ശർക്കരപ്പാനി, അത് തണുത്തതിന് ശേഷം മാത്രമേ ഇതിനകത്ത് ശർക്കരപ്പാനി ചേർക്കാവുള്ളൂ. ഈ ഒരു തടി വഴിപാട് എന്ന് പറയുന്ന കണ്ടാകർണ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ് ഇത്. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങളുടെ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ 7ാം പൂജയ്ക്ക് ഞങ്ങൾ എല്ലാ വർഷവും ഈ ഒരു വഴിപാട് ഞങ്ങൾ നടത്താറുണ്ട്. 10 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളിത് കലക്കി വെച്ച്, അപ്പോൾ ഈ ഒരു കലക്കി വെച്ച് നമ്മൾ ഈ ഒരു പാളയിലേക്കാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഈ ഒരു പാള നന്നായിട്ട് കഴുകിയെടുത്ത്, അപ്പോൾ രാവിലെ തന്നെ ഇത് പാള വെള്ളത്തിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് അതിട്ട് കഴുകിയെടുത്ത് ഈ ഒരു ചെറിയ സ്ലാഗ് കമ്പി കൊണ്ടാണ് ഈ ഒരു പാള കെട്ടുന്നത്. അപ്പം അന്ന് വർക്കിംഗ് ഡേ ആയത് കാരണം ശ്രീക്കുട്ടനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും ചേട്ടനും കൂടിയാണ് ഈ ഒരു തടിയുടെ എല്ലാ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ചേട്ടനാണ് പാളയൊക്കെ കുത്തുന്നത്. ദേവീ ക്ഷേത്രങ്ങളിലാണ് ഈ ഒരു തടി വഴിപാട് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അതുപോലെ തന്നെ കണ്ടകാരച്ചന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാട് തന്നെയാണ് ഈ ഒരു തടി വഴിപാട്. ഇന്നത്തെ ഈ ഒരു ദിവസം ഞങ്ങൾ രാവിലെ തൊട്ട് ഇതിനായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഈ ഒരു തടിയുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് വലിച്ചു കെട്ടണം, എന്നാലേ ഇത് താഴത്തൊന്നും പോകാതെ പാനി ഒഴിക്കുമ്പോൾ ഇത് പോകരുത്. അതിനാണെങ്കിൽ അടുപ്പിച്ച് കെട്ടി നന്നായിട്ട് വലിച്ചു കെട്ടണം. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ആ പാളൊന്നുകൂടി കഴുകിയെടുത്തിട്ട് നമ്മളതിലേക്ക്, അപ്പോൾ ചേട്ടനാണ് അതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നത്. ശരിക്കും ഭഗവാനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ച് ശേഷമാണ് ഇങ്ങനെ ഈ ഒരു പാളയിലേക്ക് നമ്മൾ ഈ ഒരു പാനി, നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പാനി അതിലേക്ക് ഒഴിക്കുകയാണ്. ശ്രീകുട്ടിയും സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം അവരെ കൊണ്ട് ഞങ്ങൾ ഈ ഒരു പാനി ഈ ഒരു പാളയിലേക്ക് ഒഴിപ്പിച്ചു. ഞങ്ങളിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ച് വാങ്ങിച്ചുകൊണ്ട് വരും. അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. കരിയിലേക്ക് ഇട്ട് കത്തിച്ച് മണ്ണൊക്കെ നന്നായിട്ട് പഴുത്ത് കിടക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് പഴുത്ത് കിടക്കുന്ന ആ മണ്ണിലേക്കാണ് നമ്മൾ ഈ ഒരു തടി ഇങ്ങോട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് നന്നിട്ട് ആ തടിയുടെ പൊക്കത്തിലേക്കും കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട്, പിന്നെ നമ്മൾ കരിയില മൊത്തം ഇട്ട് മൂടിയിട്ട് പിന്നെ ഒരു അറ്റം മുതൽ കത്തിച്ച് കൊടുക്കും. അപ്പോൾ ഇതൊരു 2-3 മണിക്കൂർ നന്നായിട്ട് കത്തുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു തടി നന്നായിട്ട് വെന്ത് കിട്ടും. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കണ്ടകാരച്ചൻ്റെ ഇഷ്ട വഴിപാടായ തടി വഴിപാട് ഇവിടെ എല്ലാം വെന്തിരിക്കുകയാണ്. അപ്പോൾ അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ച കൊണ്ടുവന്നു. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ കഴിക്കാനായിട്ട് ഇത് മുറിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയതിൽ ഭഗവാനോട് നന്ദി പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.